ഈ വാർഡ് ഞാൻ ജനിച്ചു വളർന്നതാണ്. ഇവിടെ ഞാൻ അന്യനല്ല. രാഷ്ട്രീയത്തിന് അതീതമായിട്ട് വോട്ട് ചെയ്യുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. വമ്പിച്ച ഭൂരിപക്ഷത്തോട് ജയിക്കും തന്നെയാണ് പ്രതീക്ഷ. അലീസ് ആൻഡ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ വിപുലീകരിച്ച ഷോറൂം കൂടുതൽ കളക്ഷനോടെ കൂടുതൽ വിശാലതയോടെ വീണ്ടും നിങ്ങളിലേക്ക്. 18 കാരറ്റ് ആഭരണങ്ങൾക്കും സിൽവർ ആഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും പ്രത്യേക കൗണ്ടറുകൾ. ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ധോത്തികളും വണ്ടൂരിന് ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ വിസ്മയമൊരുക്കുന്നു. സ്റ്റിച്ച് യുവർ സ്റ്റൈൽ ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിങ്, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി നമ്മൾ എത്തി നിൽക്കുന്നത് വണ്ടൂർ പഞ്ചായത്തിലെ 20ാം വാർഡായ ടൗൺ വാർഡിലാണ്. നമ്മുടെ കൂടെയുള്ളത് 20ാം വാർഡിലെ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി മുഹമ്മദ് കുഞ്ഞിയാണ്. നമുക്ക് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ചോദിക്കാം. നമസ്കാരം. തെരഞ്ഞെടുപ്പ് പ്രചരണഘട്ടക്ക് ലാസ്റ്റ് എത്തി നിൽക്കുകയാണല്ലോ. അപ്പോൾ എവിടം വരെ എത്തി? എന്താണ് ജനങ്ങളിൽ നിന്നുള്ള പ്രതികരണമൊക്കെ എങ്ങനെയാണ്? എത്ര റൗണ്ട് പൂർത്തിയാക്കി പ്രചരണമൊക്കെ? നമ്മൾ നേരത്തെ തന്നെ 10-20 ദിവസം മുമ്പ് തന്നെ നമ്മൾ പ്രചരണം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മളെ കൺവെൻഷൻ അടക്കം, വാർഡ് കൺവെൻഷൻ അടക്കം ഒരു 8 കുടുംബയോഗങ്ങളും നടത്തി നമ്മൾ. അപ്പം വലിയ ജനപങ്കാളിത്താണ് എല്ലാ കുടുംബയോഗങ്ങളിലും ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ മുഖ്യ കാരണം ജനങ്ങൾ ഇവിടെ രാഷ്ട്രത്തിന് അതീതമായിട്ട് എനിക്കുള്ള ഒരു സ്വീകാര്യത ഉണ്ട്. അതിൻ്റെ കാരണം ഞാനിവിടെ ജനിച്ചു വളർന്നതാണ് ഈ വാർഡിൽ. പൂർവികന്മാരായിട്ട് എൻ്റെ വല്യാപ്പി ഉപ്പി ഞങ്ങളൊക്കെ ഇവിടെ ജനിച്ച് വളർന്ന് സാമൂഹ്യ രംഗത്ത് പൊതുരംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇവിടത്തുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വാർഡ് ഇലക്ഷനിൽ അവർ രാഷ്ട്രീയം കാണുന്നില്ല. രാഷ്ട്രീയത്തിന് അതീതമായിട്ട് വോട്ട് ചെയ്യുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. വമ്പിച്ച ഭൂരിപക്ഷത്തോട് ജയിക്കും തന്നെയാണ് പ്രതീക്ഷ. വീടുകളിലേക്കൊക്കെ കയറി ചെല്ലുമ്പോൾ അവരുടെ ഒരു പ്രതികരണമൊക്കെ എങ്ങനെയാണ്? വളരെ സ്വീകാര്യതയാണ്. മാത്രമല്ല ഒരു കുടുംബം പോലെയാണ് എന്നെ കാണുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാനിവിടെ ജനിച്ചു വളർന്നത് കൊണ്ട് തന്നെ ഇവിടെ ഓടിക്കളിച്ച് ആ തോട്ടിലൊക്കെ കുളിച്ച് വളർന്ന്, ഞാൻ മാത്രമല്ല എൻ്റെ ഉമ്മയും ഉപ്പയൊക്കെ ഈ നാട്ടുകാർ തന്നെയാണ്, ഇവിടെ തന്നെയാണ്. എൻ്റെ ഉമ്മയും എൻ്റെ കുടുംബം തന്നെയാണ്, ഏലാട്ടുപറമ്പിലാണ്. അപ്പോൾ ഉമ്മാൻ്റെ കുറേ ചെറുപ്പത്തിലുള്ള കൂട്ടുകാരികൾ, ഉപ്പാൻ്റെ കൂട്ടുകാർ, അവരൊക്കെ വലിയ വയസ്സായ ആളുകളായി. അതുപോലെ തന്നെ എൻ്റെ കൂടെ പഠിച്ച മദ്രസ പഠിച്ച എൻ്റെ കൂട്ടുകാർ, ഇവരൊക്കെയാണ് ഇപ്പോൾ ഇവിടെയുള്ള കുടുംബങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ ഈ വാർഡിലൊരു കുടുംബം പോലെയാണ്. ഇവിടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രസക്തി ഇല്ല. എല്ലാവരും ഒരു കുടുംബം പോലെയാണ് എന്നെ സ്വീകരിച്ചിട്ടുള്ളത്. വീടുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ അവരെന്തെങ്കിലും ആവശ്യങ്ങൾ പറയുന്നു? തീർച്ചയായിട്ടും. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ കഴിഞ്ഞ 5 വർഷം ഇവിടെ മൈതിരി മെമ്പറായിരുന്നു. മൈതിരി മെമ്പർ വളരെയധികം നല്ല പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത്. അവർക്ക് കഴിയാവുന്ന രീതിയിൽ തന്നെ എല്ലാ രംഗത്തും റോഡായാലും ശരി, ഇപ്പൊ അംഗനവാടിയായാലും ശരി, ഒക്കെ അവർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണം നമ്മളെ ഈ കിഴക്കേതല അംഗനവാടി ഉണ്ട്. കിഴക്കേതല അംഗനവാടി അറിയായിരിക്കും, ഒരു 10-40 വർഷം പഴക്കമുള്ള അംഗനവാടിയാണ്. ഓടിട്ട വളരെ പഴക്കമുള്ള അംഗനവാടിയാണ്. അത് ഇതിന്റെ മുമ്പ് വന്ന മെമ്പർമാർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ മൈതിരി വന്നതിന് ശേഷമാണ് അത് പൊളിച്ച് ഫണ്ട് വെച്ച് 10 ലക്ഷം രൂപ അംഗനവാടിക്കും അവിടെ ഒരു ചതുപ്പ് നിലയായതുകൊണ്ട് 3 ലക്ഷം ഫൗണ്ടേഷന് വേണ്ടി മാത്രം വകയിരുത്തി നല്ല രീതിയിൽ അതിന്റെ തറ കീറി ഒക്കെ വന്നപ്പോൾ നല്ല മഴ പെയ്തപ്പോൾ എന്ത് ചെയ്തു, അത് ഡിലേ ആയി. ഇപ്പൊ അവിടെ പോയി നോക്കി അങ്ങ് കാണാം, അത് തറ കീറി കല്ലും കൊണ്ടുവച്ചിട്ടുണ്ട്. പക്ഷെ മുകളിൽ ഈ ചന്തക്കുന്ന് എന്ന സ്ഥലം മുകളിൽ ഞങ്ങൾ ഈ ഏലടന്തൊടി എന്ന സ്ഥലം അവിടെയാണ് ഇപ്പൊ അംഗനവാടി. അത് താഴെ ഭാഗമായതുകൊണ്ട് ഈ മഴന്റെ ഒരു പ്രശ്നം നിറഞ്ഞു നിൽക്കുകയാണ് വെള്ളം ഈ ഫൗണ്ടേഷനിൽ. അത് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു 3-4 മാസം കൊണ്ട് പണി പൂർത്തിയാക്കും. വിജയിച്ചു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ വികസന പദ്ധതികളാണ്? ഇപ്പൊ നിലവിൽ ഇപ്പൊ നമ്മളല്ല, ഇവിടെ 3 അംഗനവാടികളുണ്ട്. ഒന്ന് ഇപ്പൊ നമ്മൾ ഈ മൈതിരിന്റെ കാലത്താണ് അത് ഒന്ന് ഹൈടെക് ആയത്. ഈ കൊട്ടമ്പാറ അംഗനവാടി നിങ്ങൾക്ക് പോയി നോക്കിയാൽ ഹൈടെക് അംഗനവാടിയാണ്. അത് അവർ കൊണ്ടുവന്നാണ്. അതുപോലെ തന്നെ ഇവിടെ കോക്കാടംകുന്ന് അംഗനവാടി ഇപ്പൊ ഇന്റർലോക്കൊക്കെ ഇട്ട് വളരെ ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ചെറിയ ഉദാഹരണം നമ്മളെ ഈ കൊട്ടമ്പാറ അംഗനവാടി നമുക്ക് ഇന്റർലോക്ക് പണിയൊക്കെ എടുത്ത് കുട്ടികൾക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ നമ്മൾ മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്കറിയാം, മുഹമ്മദ് അബ്ദുറഹ്മാൻ സ്മാരക ലൈബ്രറി അത് എൻ്റെ വാർഡിലാണ്, ഇവിടെ കാളിയ റൂട്ടിൽ. ആ ലൈബ്രറി ഒന്ന് ഹൈടെക് ഒരു സ്മാർട്ട് ലൈബ്രറി ആക്കാനുള്ള പരിപാടിയിലാണ് ഞങ്ങളുള്ളത്. പിന്നെ 2 നിങ്ങൾക്കറിയാം, നമ്മുടെ കുറേ ചെറുപ്പക്കാർ നമ്മളെ വാർഡിലുണ്ട്. പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള സ്ഥലങ്ങളും ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒരു ഓപ്പൺ ജിമ്മ് ഞങ്ങളെ കുട്ടികളെ ആവശ്യമാണ്, ഞങ്ങളെ ചെറുപ്പക്കാരുടെ ആവശ്യമാണ് ഓപ്പൺ ജിമ്മ്. അതുപോലെ തന്നെ നമ്മളെ ഇവിടെയുള്ള കുറേ യുവതികൾ, അവർ നല്ല വിദ്യാഭ്യാസമുള്ള നല്ല ആരോഗ്യമുള്ള യുവതികൾ നമ്മളെ വീടുകളിലൊക്കെ ഉണ്ട്. അവർക്കൊരു തൊഴിൽ സംരംഭം കൊണ്ടുവരാനൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പൊതുവെ നിങ്ങൾ പറഞ്ഞല്ലോ ടൗൺ വാർഡ് എന്ന്. അപ്പോൾ ആ ടൗൺ വാർഡ് എന്ന ആ ഒരു വാക്ക് ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. ടൗൺ ഇപ്പം നിങ്ങൾക്കറിയാം, റോഡായാലും മറ്റൊക്കെ നമ്മുടെ ടൗണ് കുറേ മാറിക്കഴിഞ്ഞു. അതുപോലെ ഒരു മാറ്റം ഒരു 5 വർഷത്തിനുള്ളിൽ കുറേ മാറ്റം വന്നിട്ടുണ്ട്. ഇനിയും വലിയ മാറ്റം കൊണ്ടുവരാനാണ്
നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ബൈപ്പാസിന്റെ ഒരു കാര്യങ്ങൾ നേരത്തെ ഇവിടെ അതിന്റെ കുറെ പ്രൊജക്ടുകളൊക്കെ വന്നതാണ്. അതിന്റെ പ്ലാനും കാര്യമൊക്കെ തയ്യാറാക്കിയത്. അതായത് നമ്മൾ ഈ കാളി റൂട്ടിൽ നിന്ന് അങ്ങോട്ട് നിലമ്പൂർ റൂട്ടിലേക്കുള്ള ആ തിയേറ്റർ ഉണ്ടല്ലോ, അതുവഴിയുള്ളൊരു ബൈപ്പാസ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം ഭരിക്കുന്ന ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിലൊക്കെ അറിയാലോ. മുഹമ്മദ് റിയാസ്, നമ്മളെ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ആ ബൈപ്പാസ് ഈ വരാൻ വേണ്ടിയുള്ള സമ്മർദ്ദം എന്തായാലും എന്റെ ഭാഗത്തുനിന്നുണ്ടാവും. അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ജനങ്ങൾ ഏറെ ഉറ്റുനോക്കുന്ന ഒരു വാർഡ് കൂടിയാണ്. അപ്പൊ അവസാനമായിട്ട് വോട്ടർമാരോട് എന്താ പറയാനുള്ളത്? വോട്ടർമാരോട് പറയാനുള്ളത്, ഈ വാർഡ് ഞാൻ ജനിച്ചു വളർന്നതാണ്. ഇവിടെ ഞാൻ അന്യനല്ല. സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ഓരോരോ ആളുകളും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. അവർ എന്നെ ഏറ്റെടുക്കും. വോട്ടർമാരോട് പറയാനുള്ളത്, വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി എന്നെ വിജയിപ്പിക്കണം. എൻ്റെ ചിഹ്നം കുടയാണ്. തീർച്ചയായിട്ടും ഈ വാർഡിൻ്റെ വികസനത്തിൽ എല്ലാവരുടെയും സഹായ സഹകരണത്തോടു കൂടി വമ്പിച്ച വികസന പ്രവർത്തനം ഇവിടെ കൊണ്ടുവരും എന്നുള്ളത് ഉറപ്പ് പറയാം. ഓക്കെ, തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. എല്ലാവിധ വിജയാശംസകളും നേരുന്നു. താങ്ക് യു. വെഡിംഗ് ആഭരണങ്ങൾ, ലൈറ്റ് വെയ്റ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബണ്ടൂർ ആൻഡ് എലങ്കൂർ. വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നത് കൊണ്ട് നിറഞ്ഞ ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു. ഡിസോക്കോ ഫർണിച്ചർ, വണ്ടൂർ, വെള്ളാമ്പുറം,